ഹലോ, അപ്പോൾ ഇന്ന് തുന്നൽക്കൂട്ടിൽ ഒരു നെക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം വെച്ചത് നല്ല പീസാണ്. അതുപോലെ ഇത് ലൈനിങ് പീസാണ്. ക്രേപ്പിലാണ് ഇത് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നെക്ക് ഒന്ന് വരച്ച് കൊടുക്കുക. ഇത് ബാക്ക് നെക്കാണ്, സിബ് വെക്കേണ്ട ഭാഗമാണ് താഴ്ഭാഗത്ത് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ വരയിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം നല്ല പീസ്, അതായത് ഫ്രോക്കിൻ്റെ നല്ല പീസ് വെക്കുക. അതിൻ്റെ മേലെ അതിൻ്റെ ലൈനിങ് പീസിലാണ് ഇത് വരച്ച് കൊടുക്കേണ്ടത്. ഇത് ഫ്രണ്ട് ഭാഗമാണ് നെക്കിൻ്റെ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വരച്ച ഭാഗത്തിലൂടെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഭാഗം സ്റ്റിച്ചിൽ തട്ടാതെ, സ്റ്റിച്ചിൻ്റെ ഒരു 1/4 ഇഞ്ച് അടുപ്പിച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് റൗണ്ട് നെക്കാണ് ഫ്രണ്ടിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തത് വെട്ടിയതൊന്ന് കാണിച്ചു തരാം കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ചിനോട് അടുപ്പിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. ആ ഒരു സ്റ്റിച്ചിൽ കട്ടിങ് വീഴരുത്. അതായത് കത്രിക തട്ടാതെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, കട്ട് ചെയ്തെടുക്കാൻ. ക്യാൻവാസ് ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ നെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് അങ്ങനെ ക്യാൻവാസ് ഉപയോഗിക്കാതെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു നെക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ആണ് അതിനുള്ളൊരു മെത്തേഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് ഇതിന് ഇതുപോലെ ഇങ്ങനെ അരികുവശം ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അതും ആ സ്റ്റിച്ചിൽ തട്ടാതെ വേണം ചെയ്യാൻ. ഈ കട്ടിട്ട് കൊടുത്താൽ ആ ഒരു റൗണ്ട് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കുക. അതായത് ആ സ്റ്റിച്ചിൽ തട്ടാതെ വേണം. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഭാഗം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് ഒരു ഓർഗൻസ ക്ലോത്തിൽ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നെക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്ക് ചെയ്യേണ്ടത്. അതായത് ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഈ മറിച്ചെടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പ്രസ് അടി, അതായത് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പ്രസ്സായിട്ട് ഒന്ന് അമർന്ന് നിന്ന് കൊള്ളും. ഇനി അതുപോലെ തന്നെ ബാക്ക് നെക്കും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കും ഞാൻ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സിബ് വെക്കാനുള്ളൊരു പോർഷനും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ സിബ് വെക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ കഴിയും. അതായത് തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ കഴുത്തിനോട് കൂടെ തന്നെ സിബിൻ്റെ ഭാഗം കൂടെ അടയാളപ്പെടുത്തി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഇത് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിൽ വീഴാത്ത രീതിയിൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ചിൽ വീഴാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും സൈഡും അതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല വശം നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുക്കുന്നത് കൂടെ നമ്മുടെ കഴുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല വശമാണ് മറിച്ചെടുക്കേണ്ടത്. നല്ല വശം ഇതുപോലെ മറിച്ചെടുത്താൽ നമുക്ക് പെർഫെക്റ്റായിട്ട് കഴുത്തും അതുപോലെ തന്നെ സിബിൻ്റെ ഭാഗവും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഒരു പ്രസ് അടി, ഒരു 1/4 ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ സ്റ്റിച്ചിനോട് അടുപ്പിച്ചോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സിബും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ പ്രസ് അടി കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയുടെ നല്ല വശവും അതായത് ഫ്രണ്ട് പാർട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക. രണ്ട് ഭാഗത്തും പുറത്തേക്ക് വരേണ്ടത് ലൈനിങ് പാർട്ടാണ്. എന്നിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ട് വരിക. അപ്പോൾ കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക, ഈസിയായി സ്റ്റിച്ച് ചെയ്യാമെന്ന് മനസ്സിലായി കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.